ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റവയും പഴവും കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് 1 കപ്പ് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം ഞാനിവിടെ 1 കപ്പ് പാൽ ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. ഒരു 1/2 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ റവയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് സോക്കായി കിട്ടും. അടുത്തതായി വേണ്ടത് നേന്ത്രപ്പഴമാണ്. 2 നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ട് എടുക്കണം. ഇനി അതിലേക്ക് ഒരു 2 ഏലക്കയുടെ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള റവ അടപ്പൊന്ന് തുറന്ന് നോക്കാം. റവയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ മിക്സും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 1/2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബാക്കി വെച്ചിട്ടുള്ള 1/2 കപ്പ് ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് തോന്നുന്നെങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താലും മതിയാകും. എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കാഷ്നട്ടും കിസ്മിസും നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഇനി തിളച്ച് വന്നതിന് ശേഷം ഏത് പ്ലേറ്റിലാണോ റെഡിയാക്കി എടുക്കുന്നത് അതിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പ്ലേറ്റിൻ്റെ പകുതി ഭാഗമാണ് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്നട്ട് കിസ്മിസും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ ഒരു 25 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതുപോലെ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക്